ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എൻഡിഎയുടെ സമഗ്രാധിപത്യമാണ് കാണുന്നത്. 202 സീറ്റുകളിൽ 243 സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിലേക്ക് 202 സീറ്റുകളിൽ എൻഡിഎയുടെ ലീഡ് നിൽക്കുന്നു. ഇന്ത്യ കൂട്ടായ്മയ്ക്ക് 35 ഇടങ്ങളിലാണ് ലീഡ്, മറ്റുള്ളവർ 6 ഇടങ്ങളിലും ലീഡ് ചെയ്യുന്നു. 2010 ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയാണ് ബീഹാറിൽ മഹാഗഡ്ബന്ധൻ അഥവാ മഹാസഖ്യം നേരിട്ടത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പകുതി സീറ്റുകളിൽ പോലും RJDക്ക് ഇത്തവണ വിജയിക്കാനായിട്ടില്ല. 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ആകട്ടെ 5 സീറ്റിൽ ഒതുങ്ങിപ്പോയിരിക്കുന്നു. സഖ്യത്തിൽ CPIML കോൺഗ്രസിനേക്കാൾ സീറ്റ് നേടി എന്നതാണ് ഇത്തവണത്തെ മറ്റൊരു സവിശേഷത. വോട്ടുകൊള്ളയ്ക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടധികാർ യാത്ര മഹാസഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം തന്നെയായിരുന്നു. തേജസ്വി യാദവ് ഉൾപ്പെടെ നേതാക്കൾ രാഹുലിനൊപ്പം കൈകോർത്ത 1300 കിലോമീറ്റർ യാത്ര, 20 ജില്ലകൾ പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷയേറി. എന്നാൽ സീറ്റ് വിഭജനമായപ്പോൾ മഹാസഖ്യത്തിൽ പതിവ് കല്ലുകടി. സൗഹൃദ മത്സരം എന്ന നിലയിൽ 12 സീറ്റുകളിലാണ് സഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടിയത്. ഇതിൽ സികാന്ദ്ര, കർഹാഗർ മണ്ഡലങ്ങളിലൊഴികെ NDAക്ക് അനായാസ ജയം. കഴിഞ്ഞ തവണ 70-ൽ 19 മാത്രം ജയിച്ച കോൺഗ്രസിന് ഇക്കുറി ആഘാതം ഇരട്ടിയായി. 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 2 അക്കം പോലും കടന്നില്ല. 2010-ലെ തകർച്ചയ്ക്ക് സമാനമാണ് RJDയുടെയും കോൺഗ്രസിന്റെയും പ്രകടനം. മഹാസഖ്യം പാർട്ടികളിൽ സ്ട്രൈക്ക് റേറ്റ് കൂടുതൽ RJDക്കാണ്, 20%, കോൺഗ്രസിന് 8% മാത്രം. അതേസമയം BJPക്ക് 90-നടുത്തും JDUവിന് 80%വും LJPക്ക് 75%വുമാണ് സ്ട്രൈക്ക് റേറ്റ്. 24 പാട്ന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.